അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമികയിലെ മാതൃകാ വനിതകൾ. ഖദീജ. 14 നൂറ്റാണ്ടുകൾക്കപ്പുറം അറേബ്യയിലെ ഖുറൈശി ഗോത്രത്തിൽ ഉന്നത കുടുംബത്തിൽ ഒരു പെൺകുട്ടി ഭൂജാതയായി. ഖദീജ എന്നാണത്രേ ആ പെൺകുട്ടിയുടെ പേര്. ഖദീജ വിശുദ്ധ നബിയുടെ പത്നിപദം അലങ്കരിക്കുമെന്നോ സത്യവിശ്വാസികളുടെ മാതാവ് എന്ന അപരാഭിധാനത്താൽ എന്നും സ്മരിക്കപ്പെടുമെന്ന് അന്നാരും കരുതിയില്ല. ഖദീജയെ ത്വാഹിറ എന്നും വിളിച്ചു വന്നു. വിശുദ്ധ എന്നാണ് അതിൻ്റെ അർത്ഥം. പിതാവ് ഖുവൈലിദുബ്നു അസദും മാതാവ് ഫാത്തിമത്തു ബിൻതു സായിദും ആയിരുന്നു. ത്വാഹിറ എന്ന അപരാഭിധാനത്തെ അനർത്ഥമാക്കി ഖദീജ വളർന്നു. ചെറുപ്രായത്തിൽ തന്നെ ഖദീജ സൽസ്വഭാവിയും സുശീലയുമായിരുന്നു. ഐശ്വര്യവും ആഭിജാത്യവുമുള്ള തറവാട്ടിൽ പിറന്നു. അതുകൊണ്ടുതന്നെ സുഖദായകമായിരുന്നു ആ ശൈശവം. കുടുംബത്തിൻ്റെ കണ്ണിലുണ്ണിയായി ഖദീജ വളർന്നു. 2 ഭർത്താക്കന്മാർ വേർപിരിഞ്ഞു. ഖദീജയ്ക്ക് വിവാഹപ്രായമായപ്പോൾ പല ആലോചനകളും വന്നു. വറഖത്ത് ബിനു നൗഫലിനായിരുന്നു ആദ്യ ആലോചന. പക്ഷേ വറഖയുമായുള്ള വിവാഹം ഉണ്ടായില്ല. പകരം ഖദീജയെ പ്രഥമ വിവാഹം കഴിച്ചത് അബൂ ഹാലായിരുന്നു. ആ വിവാഹബന്ധത്തിൽ ഹിന്ദ് എന്നും ഹാരിസ് എന്നും 2 കുട്ടികൾ ജനിച്ചു. അബൂ ഹാലയുടെ മരണശേഷം അത്തീഖ് ബിനു ആബിദ് ഖദീജയെ വിവാഹം കഴിച്ചു. അതിൽ ഹിന്ദ് എന്നു പേരായ പെൺകുട്ടി ജനിച്ചു. അത്തീഖും കാലഗതി പ്രാപിച്ചു. ഖദീജ രണ്ടാമതും വിധവയായി. ഖദീജയ്ക്ക് പറ്റിയ തുണ വേണം. ഖദീജ മക്കയിലെ പ്രമുഖ കച്ചവടക്കാരിയായിരുന്നു. അറബികൾ ശ്യാം, യമൻ എന്നീ നാടുകളുമായി പുരാതനകാലം മുതൽക്കേ വ്യാപാര ബന്ധത്തിലേർപ്പെട്ടിരുന്നു. ചരക്കുകളും വഹിച്ച് കൂട്ടം കൂട്ടമായി സഞ്ചരിച്ചിരുന്ന ഒട്ടകങ്ങൾക്ക് അറബികൾ ഖാഫില എന്നും പറയും. നീലാകാശത്തിനു താഴെയായി മരുഭൂമിയിലൂടെ മൂളിപ്പാട്ടും പാടി ഖലീഫക്കാരുടെ സഞ്ചാരം കൗതുകമുള്ള കാഴ്ചയാണ്. അത്തരം ഖലീഫകളാണ് ഖദീജയുടെ ചരക്കുകളുമായി ഷാമിലേക്ക് പോയിരുന്നത്. ചരക്കും കൊണ്ട് മറുനാടുകളിലേക്ക് ഖദീജ പോവാറില്ല. കമ്മീഷൻ കരാറിൽ ഏജന്റുമാരെ നിശ്ചയിക്കുകയാണ് പതിവ്. ഖദീജയ്ക്ക് ധനവും പദവിയുമുണ്ട്. പക്ഷേ അവർ അതിൽ സംതൃപ്തയായിരുന്നില്ല. അവരെ ദുഃഖിപ്പിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. 2 ഭർത്താക്കന്മാരെ വരിച്ചു. ഇരുവരും കാലഗതി പ്രാപിച്ചു. ധനവും സ്ഥാനമാനങ്ങളും ഉണ്ടായിട്ടും അവർ വിധവാ ജീവിതം നയിക്കുകയാണ്. ഏകാന്തത അകറ്റുവാനും കച്ചവടകാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റിയ തുണ അവർക്കു വേണം. ആ ഇടയ്ക്കാണ് ചെറുപ്പക്കാരനായ മുഹമ്മദ് ഖദീജയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മുഹമ്മദ് വിശ്വസ്തനും സത്യസന്ധനുമായ യുവാവാണെന്ന നിലയ്ക്ക് മക്കയിലെങ്ങും ശ്രുതിപ്പെട്ടിരുന്നു. കച്ചവട പരിചയമുണ്ട്. ചരക്കുകൾ ഷാമിൽ വിറ്റഴിക്കാൻ വിശ്വസ്തനായ ഏജന്റിനെ ആവശ്യമുണ്ടെന്നും താങ്കൾ അത് ഏറ്റെടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് നൽകുന്നതിലും ഇരട്ടി കമ്മീഷൻ നൽകാമെന്നും ഖദീജ മുഹമ്മദിനെ അറിയിച്ചു. മുഹമ്മദ് അത് സമ്മതിച്ചു. അദ്ദേഹം കച്ചവട വസ്തുക്കളുമായി ബുസ്രയിലേക്ക് പുറപ്പെട്ടു. ഷാമിലെ അന്നത്തെ വ്യാപാര കേന്ദ്രമായിരുന്നു ബുസ്ര. മുഹമ്മദിൻ്റെ സഹായത്തിന് ഭൃത്യനായ മൈസറയെയും ഖദീജ അയച്ചു. കൊണ്ടുപോയ ചരക്കുകളെല്ലാം നല്ല വിലയ്ക്കു തന്നെ വിറ്റു. അവിടെ നിന്ന് ആവശ്യ വസ്തുക്കളും വാങ്ങി മുഹമ്മദ് മക്കയിലേക്ക് തിരിക്കുകയും ചെയ്തു. കണക്ക് സമർപ്പിച്ചപ്പോൾ ഖദീജയ്ക്ക് പതിവിലും ഇരട്ടി ലാഭമുണ്ടായി. അളവറ്റ സന്തോഷമുണ്ടായ അവർ അദ്ദേഹത്തിന് നിശ്ചയിച്ചതിനേക്കാൾ ഇരട്ടി പ്രതിഫലവും നൽകി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വിവാഹം. ബുസ്രയിൽ നിന്ന് വന്ന് 3 മാസമായി. മുഹമ്മദിൻ്റെ സ്വഭാവത്തിലും കഴിവിലും ആകൃഷ്ടയായ ഖദീജ അദ്ദേഹത്തോട് വിവാഹാഭ്യർത്ഥന നടത്തി. ഖദീജയുടെ പിതാവ് ഖുവൈലിദുബ്നു അസദ് ഫിജാർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. പിതൃവ്യൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിലും തൻ്റെ ദാസി നഫീസ മുഖാന്തരമാണ് ഖദീജ വിവാഹാഭ്യർത്ഥന ചെയ്തത്. അന്ന് അറേബ്യയിൽ സ്ത്രീകൾക്ക് രക്ഷാകർത്താക്കളുടെ
ഇടപെടൽ കൂടാതെ വിവാഹാലോചന നടത്താൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. മുഹമ്മദ് ഖദീജയുടെ വിവാഹാഭ്യർത്ഥന സ്വീകരിച്ചു. പിതൃവര്യന്മാരായ അബൂ ത്വാലിബ്, ഹംസ എന്നിവരും കുടുംബത്തിലെ മറ്റു പ്രമുഖ വ്യക്തികളും മുഹമ്മദിനോടൊത്ത് ഖദീജയുടെ വീട്ടിൽ സമ്മേളിക്കുകയും അവിടെ വെച്ച് വിവാഹകർമ്മം മംഗളമായി അനുഷ്ഠിക്കപ്പെടുകയും ചെയ്തു. 500 ദിർഹം ഏകദേശം 131 രൂപ യുമായി മഹർ നിശ്ചയിച്ചത്. അന്ന് ഖദീജക്ക് 40ഉം മുഹമ്മദിന് 25 വയസ്സുമായിരുന്നു പ്രായം. മുഹമ്മദുമായുള്ള വിവാഹത്തോടെ ജീവിതത്തിനു പുതിയൊരു അർത്ഥവും ആവേശവും ലഭിച്ച ഖദീജയുടെ ദുഃഖം നിഴൽ വീശിയിരുന്ന മുഖം തേജോമയമായി. കറയറ്റ സ്നേഹബന്ധത്തിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമായിരുന്നു ഇരുവരുടെയും ദാമ്പത്യ ജീവിതം. മുഹമ്മദിന് ഖദീജയും അവർക്ക് മുഹമ്മദും ജീവനിൽ ജീവനായിരുന്നു. ഖദീജ ബീവിയുടെ ജീവിതകാലത്ത് മുഹമ്മദ് മറ്റൊരു വിവാഹം ചെയ്തില്ല. ആ ദാമ്പത്യ ബന്ധത്തെ അരക്കിട്ടുറപ്പിച്ചത് യുവത്വത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും മാദക തൃഷ്ണകളായിരുന്നില്ല, അതിലും ഉപരിയായ ഏതോ അഭൗമിക ഗുണവിശേഷങ്ങളായിരുന്നു. അലൗകിക സുന്ദര ദാമ്പത്യത്തിൻ്റെ മായാത്ത മാതൃക എന്ന് അതിനെ വിശേഷിപ്പിക്കാം. ഖദീജ ബീവിയുടെ മരണാനന്തരം ആയിഷയെപ്പോലുള്ള തരുണീമണികളെ പത്നിമാരായി ലഭിച്ചിട്ടും നബി അവരെ വിസ്മരിച്ചില്ല. അദ്ദേഹം സദാ അവരെ ഓർത്തു അവരെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. ഒരിക്കൽ നബി ഖദീജയെ പുകഴ്ത്തിയപ്പോൾ ആയിഷ കുത്തുവാക്ക് പറഞ്ഞു: ഖദീജ കേവലമൊരു വൃദ്ധയായിരുന്നില്ലേ? അവരെക്കാൾ നല്ല ഭാര്യമാരെ അള്ളാഹു അങ്ങേക്ക് നൽകി. പിന്നെന്തിന് എപ്പോഴും അവരെ ഓർത്തുകൊണ്ടിരിക്കണം? ഈ കുത്തുവാക്ക് രസിക്കാതെ അവിടുന്ന് പറഞ്ഞു: ഇല്ല, എനിക്ക് ഖദീജയേക്കാൾ നല്ല ഭാര്യയെ ലഭിച്ചിട്ടേ ഇല്ല. എല്ലാവരും എന്നെ നിഷേധിച്ചപ്പോൾ അവർ വിശ്വസിച്ചു. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചപ്പോൾ അവർ മാത്രം കൈയൊഴിഞ്ഞില്ല. എല്ലായ്പ്പോഴും അവർ എന്നെ സഹായിച്ചു. അവരിൽ നിന്ന് അള്ളാഹു എനിക്ക് സന്താനങ്ങൾ പ്രദാനം ചെയ്തു. കൽപ്പനകൾ പാലിച്ച ഗൃഹനായിക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖദീജയിൽ ഖാസിം, അബ്ദുള്ള, സൈനബ്, റുഖിയ, ഉമ്മു കുൽസു, ഫാത്തിമ എന്നിങ്ങനെ 6 മക്കൾ ജനിച്ചു. 6 ആൺമക്കളുടെ എണ്ണത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ട്. ഇബ്രാഹിം ഒഴിച്ച് നബിയുടെ മറ്റെല്ലാ സന്താനങ്ങളും ഖദീജയിൽ നിന്നാണ്. ആൺമക്കളെല്ലാം ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയിരുന്നു. ഖദീജ ഉത്തമ കുടുംബിനിയും സ്നേഹസമ്പന്നയായ മാതാവുമായിരുന്നു. മക്കളോടവർക്കുള്ള സ്നേഹവും വാത്സല്യവും നിസ്സീമമായിരുന്നു. ഭർത്താവെന്ന നിലയ്ക്കും പ്രവാചകനെന്ന നിലയ്ക്കും നബിയെ അവർ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. നബിയുടെ കൽപ്പനകൾ അക്ഷരം പ്രതി അവർ പാലിച്ചു. ഒരിക്കലും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നേരിയ പോറൽ പോലും ഉണ്ടായിട്ടില്ല. സമർത്ഥയും ബുദ്ധിശാലിനിയുമായ ഖദീജ വീട്ടുകാര്യങ്ങൾ ഭംഗിയായും വെടുപ്പായും നിർവഹിച്ചു. ഖദീജയുടെ ഗൃഹഭരണ പാടവത്തെ പുകഴ്ത്തി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി: ഖദീജ ഉത്തമ കുടുംബമാതാവും സുശീലയായ ഗൃഹനായികയുമാണ്. നബി ഹിറാ ഗുഹയിൽ ആരാധന നിരതനായിരുന്ന കാലത്ത് ഖദീജ ഭക്ഷണ സാധനങ്ങൾ ഒരുക്കിക്കൊടുത്തിരുന്നു. കുറച്ചു ഭക്ഷണ സാധനങ്ങളുമായി നബി ഹിറാ ഗുഹയിലേക്ക് പോകും. അത് തീരുന്നതുവരെ വീട്ടിലേക്ക് മടങ്ങാതെ ആരാധനയിൽ കഴിഞ്ഞുകൂടും. ഭക്ഷണം തീർന്നാൽ ഖദീജയുടെ അടുക്കൽ വന്ന് വീണ്ടും അത് ശേഖരിച്ചു പോകും. ഇതായിരുന്നു പതിവ്. ഖദീജ ഇതിൽ യാതൊരു അനിഷ്ടവും പ്രകടിപ്പിച്ചില്ല. നബിയുടെ ഇഷ്ടത്തിന് സ്വമനസ്സാ വഴങ്ങുകയാണുണ്ടായത്. വറക്കയുടെ പ്രവചനം. വിഷമസന്ധികളിൽ പതറാത്ത ധീരമനസ്കയായിരുന്നു ഖദീജ. അസ്വസ്ഥ ഹൃദയരെ സമാശ്വസിപ്പിക്കാൻ അവർക്കുള്ള കഴിവ് നിസ്സീമമായിരുന്നു. ഹിറാ ഗുഹയിൽ ഏകാന്തനായി ഇരിക്കുമ്പോൾ പൊടുന്നനെ ജിബ്രീൽ പ്രത്യക്ഷപ്പെടുകയും ഖുർആൻ ഓതി കേൾപ്പിക്കുകയും ചെയ്തപ്പോൾ നബി ഭയന്ന് വീട്ടിലേക്കോടി. തന്നെ പുതപ്പിക്കണമെന്ന് നബി ഖദീജയോട് ആവശ്യപ്പെട്ടത്. അദ്ദേഹം വിറക്കുന്നുണ്ടായിരുന്നു. ഖദീജ നബിയെ പുതപ്പിച്ചു. ഹിറാ ഗുഹയിലുണ്ടായിരുന്ന സംഭവം നബി വിവരിച്ചപ്പോൾ ഖദീജ തെല്ലും ഭയപ്പെട്ടില്ല. ഭൂതമാണ്, പ്രേതമാണ്, ഉടനെ ജ്യോത്സ്യനെ കണ്ട് കണക്ക് വെപ്പിക്കണം എന്നൊന്നും ആ മഹതി പറഞ്ഞതുമില്ല. പകരം അവർ നബിയെ സമാശ്വസിപ്പിച്ചു. അങ്ങ് സത്യം പറയുന്നു, കുടുംബബന്ധം പുലർത്തുന്നു, അതിഥികളെ സൽക്കരിക്കുന്നു, അശരണരെ സഹായിക്കുന്നു. അതിനാൽ അള്ളാഹു അങ്ങയെ തുണക്കും.